മോദിജി തൃശൂർ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്വാഗത സംഘം യോഗമാണ്. അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യത്തെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള ഗിന്നസ് ഡോക്ടർ ഹേമലത മേഡത്തെ സ്വാഗതം ചെയ്തുകൊള്ളും. മാഡത്തെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നതിനായി ശ്രീധരൻ മാഷെ ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭേച്ചി, സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ്, സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മുൻ സംസ്ഥാന പ്രസിഡന്റും നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനുമായ ശ്രീധരൻ മാഷ്, സംസ്ഥാന സെക്രട്ടറി നാഗേശേട്ടൻ, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അനീഷ് കുമാർ, നാഷണൽ കൗൺസിൽ മെമ്പർ MS സമ്പൂർണ്ണ, സ്റ്റേറ്റ് സെക്രട്ടറി രാജീവ് പ്രസാദ്, മഹിളാ മോർച്ച സ്റ്റേറ്റ് ട്രഷറർ സത്യലക്ഷ്മി ചേച്ചി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് രാജേന്ദു, ഈ പ്രോഗ്രാമിന്റെ കോ കൺവീനർ ഡോക്ടർ ആശ ഗോപാലകൃഷ്ണൻ, ഈ പ്രോഗ്രാമിന്റെ കോ കൺവീനർ ഡോക്ടർ ആദിരാവി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ പ്രവർത്തകരെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. പ്രാസംഗികയുമായിട്ടുള്ള ശ്രീമതി ശോഭ സുരേന്ദ്രൻ, മഹിളാ മോർച്ചയുടെ മുൻ അധ്യക്ഷയും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീമതി രേണു സുരേഷ്, വേദിയെ ധന്യമാക്കിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ആശ ഗോപാലകൃഷ്ണൻ, മുൻ കൌൺസിലറും ഇപ്പോൾ നാഷണൽ കൌൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീമതി MS സമ്പൂർണ്ണ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ശ്രീ നാഗേഷ് അവർകൾ, അഡ്വക്കേറ്റ് അനീഷ് കുമാർ, ഈ ജില്ലയുടെ സാരഥി, എല്ലാ പരിപാടികൾക്കും അതിന്റെ വിജയത്തിനും ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട അനീഷ് കുമാരി, ശ്രീമതി സിനി മനോജ്, സംസ്ഥാന മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രാജീവ് പ്രസാദ്, വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, സംസ്ഥാന മഹിളാ മോർച്ചയുടെ സംസ്ഥാന ട്രഷറർ ശ്രീമതി സത്യലക്ഷ്മി അവർകൾ, ഈ പരിപാടിയുടെ കൺവീനർ ആയിട്ടുള്ള ഡോക്ടർ ആതിര, ശ്രീമതി ജാൻസി, എന്റെ പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏവർക്കും എന്റെ സാദര നമസ്കാരം. ഒപ്പം വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അവർക്ക് എൻ്റെ പ്രത്യേക കൂപ്പുകൈ. ഇന്ന് നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി മഹിളകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് മാത്രമായി ഈ തൃശ്ശൂരിൽ എത്തുന്നു എന്നുള്ള ആ സന്തോഷം പങ്കിടുന്നതിനോടൊപ്പം വരാൻ പോകുന്ന പരിപാടി ഒരു ചരിത്ര മുഹൂർത്തമാക്കി മാറ്റുവാൻ നമ്മൾ ഒന്നിച്ച് എങ്ങനെയൊക്കെ പ്രയത്നിക്കാം എന്നുള്ളതിന്റെ ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാനായിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നരേന്ദ്രമോദി ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാരീശക്തിയുടെ ഉന്നമനത്തിനായിട്ട് ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർത്തും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പല പദ്ധതികളും നടപ്പിലാക്കി. കുട്ടികളും വളരെയധികം മോശമായ വഴികളിലൂടെ, അതായത് സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഈ കേരളത്തിൽ സ്ത്രീ സുരക്ഷ എവിടെയാണ്? തീർച്ചയായും കുട്ടികളെ പോലും, പിഞ്ചു മക്കളെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ്. എവിടെയാണ് ഭയമില്ലാതെ ജീവിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിലാണ്. പക്ഷെ അവിടെ പോലും നമ്മൾ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിന് ഉത്തരവാദി ആരാണ്? ശരിക്കും നമ്മുടെ കേരളം ഭരിക്കുന്ന ആരാണോ അവരാണ് അതിന് ഉത്തരവാദി. ഇത്തരം സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെ എതിർക്കേണ്ടത് ആരാണ്? വനിതകൾ തന്നെയാണ് ഇതിന് മുന്നോട്ടിറങ്ങി വരേണ്ടത്. നമ്മുടെ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അദ്ദേഹം വനിതകൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും വയോധികർക്കും എല്ലാം വേണ്ടി ചെയ്യുന്ന സംരംഭങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറയേണ്ടത് തന്നെയാണ്. അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ഡൽഹിക്ക് പോകുമ്പോൾ ഓരോരുത്തരോടും അഭിപ്രായങ്ങൾ ചോദിക്കും. അവർ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ കോരിത്തെരിച്ചു പോകും. ഇങ്ങനെയൊരു നാട് നമ്മുടെയുടെ, ഇങ്ങനെയൊരു രാജാവ് തന്നെ എന്ന് പറയാം, അദ്ദേഹം ഒരു ചക്രവർത്തി നമുക്കുണ്ടാവണേ എന്ന് സ്വയം ചിന്തിച്ചു പോകും. അദ്ദേഹത്തെ ഞാൻ ശരിക്കും ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാൾ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും അങ്ങനെയുള്ള നമ്മുടെ ഭരണകർത്താക്കളാണ് ഓരോ നാടിന്റെയും അഭിമാനം, വളർച്ച. തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾക്ക് പോലും മേന്മയേറിയ, അതായത് ഓരോ രാജ്യവും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അതിനൊക്കെ നമുക്ക് വളരെയധികം അഭിമാനപൂർവ്വം നമുക്ക് പ്രശംസ. സ്ത്രീ എന്ന നിലയിൽ തന്നെ ഞാൻ പറയുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും അദ്ദേഹം നൽകുന്ന സുരക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന സുരക്ഷ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. നമ്മുടെ നാട്ടിലോ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പിഞ്ചു ചീന്തിക്കൊണ്ട് നരാധവന്മാർ ഇവിടെ വിളയാടുന്നു. കോടതികളിൽ പോലും, ഞാൻ കോടതി വിമർശിക്കുകയല്ല, പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ ഭരണത്തിന്റെ ഇതുകൊണ്ടാണ്. ഭരിക്കുന്ന ആളുകളുടെ
അവരുടെ കൈപുണ്യം തന്നെ. അവർ അവരുടെ ആളുകളെ സേവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ രക്ഷപ്പെട്ട് നടക്കുന്നത്. ഈ പവിത്രമായിട്ടുള്ള യോഗത്തിൻ്റെ ഉദ്ഘാടക നമ്മുടെ ആരാധ്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ, മഹിളാ മോർച്ചയുടെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യം, തൃശൂർ ജില്ലയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീമൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീമൻ എ നാഗേഷ്, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രീമതി രാജി പ്രസാദ്, ശ്രീമതി ടി പി സിന്ധുമോൾ, ശ്രീമതി രേണു, അതിലുപരി കുട്ടികളിൽ സാംസ്കാരികപരമായിട്ടുള്ള ഊർജം പ്രസരിപ്പിച്ചുകൊണ്ട് എത്രയോ വർഷം ബാലഗോകുലത്തിൻ്റെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം സക്ഷമയുടെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എൻ്റെ ആരാധ്യയായിട്ടുള്ള അഡ്വക്കേറ്റ് ഡോക്ടർ ആശ ചേച്ചി, മഹിളാ മോർച്ചയ്ക്ക് ഈ കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ചുമതലക്കാരനുമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുന്നേറ്റത്തിന് സ്വന്തം ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ, ഭാരതീയ ജനത ഈ ജില്ലയുടെ അമരക്കാരൻ നമ്മുടെ അഡ്വക്കേറ്റ് അനീഷ് കുമാർ, അതുപോലെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഉദ്ഘാടക പ്രഭാഷണത്തിലൂടെ നടനരംഗത്ത് അതല്ലെങ്കിൽ കലാസാംസ്കാരിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ മേഖലകളിൽ ഒന്നും പ്രവർത്തിക്കാത്ത എന്നാൽ വളരെ നിരീക്ഷണത്തോടു കൂടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ട ഒരു സഹോദരിക്ക് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് കാര്യങ്ങളാണ് ചെയ്തത് എന്ന് വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഉലക നായകനാക്കി മാറ്റിയിട്ടുള്ളത്. ആരാധനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഈ തൃശ്ശൂർപേരൂരിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഇവിടെ വിവിധ തലങ്ങളിൽ എത്രയോ കഴിവുകൾ, സൈബർ ഇടങ്ങളിൽ കേരളം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സഹോദരി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അതിന് നിരവധി ആളുകൾ സദസ്സിനകത്തിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം 2 വലിയ യാത്രകളുടെ അമരക്കാരിൽ ഒരാളായിരുന്നു. ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 പേർ മാത്രം വിജയിക്കാൻ പാർലമെന്റിൽ അവസരം കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനിജി നയിച്ചിട്ടുള്ള രഥയാത്ര ഇവിടെ തൃശ്ശൂർപേരൂരിന്റെ മണ്ണില് വന്നിറങ്ങിയപ്പോ ആ തൃശ്ശൂർപേരൂരിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ രഥയാത്രയുടെ തുടക്കം അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരെല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് 47% വരുന്ന പെൺകുട്ടികൾ അവരെല്ലാ ക്ലാസ് മുറികൾക്കകത്തേക്ക് അവർ മാത്രം പോയാൽ പോരാ, അത് 100% എത്തിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് വീടാന്തരം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി വീടുകൾക്കകത്ത് കയറി അമ്മമാരോട് നിങ്ങളുടെ പെൺകുട്ടികളെ എനിക്ക് തരണം, ഗുജറാത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പ്രഖ്യാപിച്ച ആരാധ്യനായിട്ടുള്ള അന്നത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. അതിനുശേഷം പിന്നീട് അദ്ദേഹം ബേട്ടി പഠാവോയും ബേട്ടി ബചാവോയും അങ്ങനെയുള്ള പെൺകുട്ടികൾ പഠിക്കട്ടെ, അവർ സമൂഹത്തിന്റെ കാവൽക്കാരാകട്ടെ എന്ന് തീരുമാനമെടുത്ത് മാതൃവന്ദനം പരിപാടിയാകട്ടെ, ഇന്ദ്രധനുഷ് യോജന പദ്ധതിയാകട്ടെ, ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും ഏറ്റവും അഗ്രേസരമായിട്ടുള്ള സ്ഥാനത്താണ് ഭാരതത്തിലെ സ്ത്രീകളെ ഇരുത്തിയിട്ടുള്ളത്. അതിനുശേഷം 9 വർഷം നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദിക്കുന്നുണ്ട്, 9 വർഷം വേണമായിരുന്നോ ഈ തീരുമാനം ഇന്ത്യയുടെ